ഹായ് ഓൾ അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതാ പീരിയഡിൻ്റെ റെസിപ്പി ഉണ്ടല്ലോ, അതിനായിട്ട് 5 മീഡിയം സൈസ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതൊന്ന് ചിരകി എടുക്കുന്നുണ്ട്. പിന്നെ ഇതാ ഒരു അടി കട്ടിയുള്ള പാത്രം അടുപ്പത്ത് വെക്കണം. ഞാൻ ഉരുളിയാണ് എടുത്തത്. പിന്നെ അതിലേക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിച്ച് പിന്നെ ഒരു ചെറിയ കഷ്ണം സവാള കുനുകുനാ ഒന്നരിഞ്ഞതും അതിലിട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം പിന്നെ ഇതാ നമ്മൾ ചിരകി വെച്ച തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയെടുക്കുക. അതിൻ്റെ തേങ്ങേൻ്റെ വെള്ളമൊക്കെ ഒന്ന് ആറി ഇളം ചുവപ്പിലേക്കൊന്ന് നീങ്ങുമ്പം അതിലേക്ക് 2.5 കപ്പ് പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കുക. കൈ എടുക്കാൻ പാടില്ല, അടിക്ക് പിടിക്കാനും കത്താനൊക്കെ സാധ്യതയുണ്ട്. ചെറിയ തീയിൽ നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കണം. പിന്നെ ഇതാ ഒരു 3-4 ഏലക്കായ പൊടിച്ചിട്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പഞ്ചസാരയൊക്കെ അലിഞ്ഞ് വന്നിട്ടാകുമ്പം കുറച്ച് വെള്ളം പോലെയാവും. പിന്നെ ഇതാ ഇതിലേക്ക് എത്തും. ഈ കളറായാലൊന്ന് എടുത്ത് മാറ്റണം. പിന്നെ ഇത് അതിൻ്റെ മാവ് കുഴക്കാനായിട്ട് ഒരു 4 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ടെടുത്ത് വെള്ളം കൂടി ഒഴിച്ചിട്ട് ചപ്പാത്തി പരുവത്തിലൊന്ന് കുഴച്ചെടുക്കണം. അങ്ങനെ നല്ല പോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതൊക്കെ ഒന്ന് മുറിച്ചെടുത്ത് ഓരോ പീസൊന്ന് പരത്തിയെടുക്കാം. അങ്ങനെ എല്ലാം പരത്തിയിട്ട് അതിനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഏത് ഇഷ്ടമുള്ള ഷേപ്പിൽ വലുതാണെങ്കിൽ വലുത്, ചെറുതാണെങ്കിൽ ചെറുത് എന്തിൻ്റെങ്കിലും മൂടിയെടുത്തിട്ട് അതൊന്ന് വട്ടത്തിലൊന്ന് മുറിച്ചെടുക്കണം. അപ്പോൾ എന്നും പറയുന്നത് പോലെ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ എല്ലാതും മുറിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഇത് മാറ്റിയ മുറിച്ചതിൻ്റെ വേസ്റ്റ് ഉണ്ടാവില്ല, അത് വീണ്ടും നമുക്ക് കുഴച്ച് വീണ്ടും പരത്തിയിട്ട് ഇതുപോലെ ഉണ്ടാക്കാമെന്നാണ്. പിന്നെ അതിൽ നിന്ന് ഒരു പീസ് എടുത്ത് ഇതുപോലെ ഒരു 2 സ്പൂൺ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഈ സൈഡൊക്കെ ഒന്ന് ഒട്ടിച്ചെടുക്കണം. അങ്ങനെ എല്ലാം ചെയ്ത് മാറ്റിയതിന് ശേഷം അതിൽ നിന്ന് ഇതുപോലെ എടുത്തിട്ട് ഇതുപോലെ ഞാൻ ഉണ്ടാക്കുന്നത് പോലെ ഒന്ന് ഇങ്ങനെ പറഞ്ഞു തരേണ്ടതെന്ന് എനിക്കറിയില്ല. ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ പിരിയിടുന്നത്. പിന്നെ ഇങ്ങനെ സ്ലോയിൽ കാണിക്കുന്നത്. ഞാൻ ശരിക്കും ചെയ്യുമ്പോൾ നല്ല സ്പീഡിൽ ഒരു പ്രാവശ്യം 2 പ്രാവശ്യം ആക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാകും. പിന്നെ കൈ കൊണ്ട് നല്ല സ്പീഡിൽ ഇങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാം. റമദാനിൽ ഡെയിലി വ്ളോഗ് വേണോ അതോ റെസിപ്പി വീഡിയോസ് വേണോ, ഏതാണ് വേണ്ടത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാനായിട്ട്. തിരക്കും കാര്യത്തിൻ്റെ ഇടയ്ക്ക് ചെയ്യാൻ പറ്റുമോ നോക്കാമല്ലോ. പിന്നെ അപ്പോൾ ഇതാ നമ്മളെല്ലാം ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊന്ന് കുറച്ച് സമയം വെക്കണം കേട്ടോ. വേഗം ഫ്രൈ ചെയ്തുകൂടാ. ഇതുപോലൊന്ന് ആറി കിട്ടുന്നത് വരെ അവിടെ വെയിറ്റ് ചെയ്യണം. അതിന് ശേഷമായിരിക്കണം എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്യേണ്ടത്. എണ്ണ നല്ല ചൂടായിട്ടില്ല ആദ്യം, അതാണ് ഇട്ടപ്പോൾ തന്നെ അങ്ങനെ അനങ്ങാണ്ട് നിൽക്കുന്നത്. ഇപ്പോൾ ഇതാ നല്ല ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒക്കെ ഇട്ടിട്ട് തിരിച്ചു മറിച്ചിട്ട് നല്ല ഫ്രൈ ആക്കിയിട്ട് ഒന്ന് കോരാം. അപ്പോൾ കമൻറ്റ് ബോക്സിലുണ്ടായിന് ഇത് ഫ്രൈ ചെയ്തിട്ട് ഒരു ദിവസം കഴിഞ്ഞാൽ അപ്പോൾ അതിനെ പദം പിടിക്കുന്നതെന്ന്. എന്തുകൊണ്ടാണെന്നൊന്നും എനിക്കറിയില്ല. പീരിയഡ് ഇതുപോലെ ഷേപ്പ് ആക്കിയതിന് ശേഷം ഒന്ന് ആറാൻ വേണ്ടിയിട്ട് വെക്കുക. അപ്പോൾ അങ്ങനെ ഫ്രൈ ചെയ്താൽ നല്ല ക്രിസ്പി ഉണ്ടാവും. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നത് വരേക്കും ബൈ.